പുതിയകാവ് നെഞ്ചുരോഗാശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു. ജനറൽ ഒപിയിലടക്കം ഡോക്ടർമാരില്ല. അടിയന്തര ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ ഉൾപ്പെടെ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. ഡോക്ടർമാരുടെ അഭാവത്തിൽ പുതിയകാവ് നെഞ്ചുരോഗാശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകുന്നു. ആശുപത്രിയിൽ 2 ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളെ സ്ഥലം മാറ്റി. പകരം വന്ന ഡോക്ടർ അവധിയിലുമാണ്. ഇതോടെ രോഗികളുടെ അവസ്ഥ കഷ്ടത്തിലായി. സാറും 2 ഡോക്ടേഴ്സ് ആയിരുന്നു അവിടെ. ഇപ്പോൾ ഒരു ഡോക്ടറേ ഉള്ളൂ. മറ്റേ സാറിനെ സ്ഥലം മാറ്റി. വ്യാജരേഖ കാണിച്ചുകൊണ്ട് ഒരു സ്ഥലം മാറ്റി ചേരുക. ഇപ്പോൾ എന്ന് വെച്ചാൽ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ കിട്ടുന്നില്ല. കാരണം ഡെയിലി 400 OPയിൽ 70 പേഷ്യൻസുള്ള ഇവിടെ അഡ്മിറ്റാണ്. ഇപ്പോൾ ആകെ ഒരു 30 പേഷ്യൻ്റല്ലേ ഉള്ളൂ. ബാക്കി ആൾക്കാർക്ക് ഇവിടെ ചികിത്സ കിട്ടുന്നില്ല, അവർ അഡ്മിറ്റും ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഈ സമയത്തൊക്കെ നല്ല തിരക്കുള്ള സമയമാണ്. ഇപ്പോൾ നോക്കിയേ, ഇവിടെ ആരുമില്ല. ദിവസേന 400ഓളം രോഗികൾ നെഞ്ചുരോഗാശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്താറുണ്ട്. OP വിഭാഗത്തിലും നല്ല തിരക്കാണ്. വ്യാജ പരാതിയെ തുടർന്ന് ജനകീയ ഡോക്ടർ നഹാസിനെ സ്ഥലം മാറ്റിയിരുന്നു. നഹാസ് ഡോക്ടറെ തിരികെ കൊണ്ടുവരണമെന്നാണ് രോഗികളുടെയും ബന്ധുക്കളുടെയും ആവശ്യം. രാഷ്ട്രീയമില്ല. കാരണം ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത ജില്ലയിൽ നിന്ന് വരെ ആലപ്പുഴ, എറണാകുളം, അതുപോലെ തന്നെ തിരുവല്ല, ഈ വലിയ ഏറ്റവും വലിയ പണം വാങ്ങി ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ മൂക്കിന് താഴെ എന്ന് പറയുന്ന ആൾക്കാർ ഇദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. കൈപ്പുണ്യം, അതിലുപരി സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെ അദ്ദേഹം മരുന്ന് പക്ഷേ അവിടെ ഇല്ല എങ്കിൽ അത് കുറിച്ച് കൊടുക്കുമ്പോൾ അവിടെ അടുത്ത് ചോദിക്കും, എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തൻ്റെ പോക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് മരുന്ന് വരെ വാങ്ങിക്കൊടുക്കുന്ന ഒരാളാണ്. ഒരു ഡോക്ടർക്ക് ഇത്രയേറെ രോഗികളെ പരിശോധിക്കാൻ കഴിയാത്ത അവസ്ഥയായതിനാൽ രോഗികൾ പകലന്തിയോളം നീണ്ട കാത്തിരിപ്പിലാണ്. ഡോക്ടർ ചികിത്സ ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ രക്ഷിച്ചതും ആ ഡോക്ടർ തന്നെ. അതിനനുസരിച്ച് ഇപ്പം പനി വന്നപ്പോൾ ഇവിടെ വന്നേ. ഇപ്പം വന്നപ്പം ഡോക്ടറില്ല എന്നുള്ള അറിവാണ്. നിലവിലൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ പരാതിക്കാർ, പെറ്റീഷണർ എന്ന് പറയുന്നവർ ഒരു സാമൂഹ്യ അംഗീകാരമോ പ്രദേശത്തൊരു സ്വീകാര്യതയുള്ള ആളുകളല്ല. ഇതിൻ്റെ ഒരു മറുപക്ഷം വലിയൊരു അപകടകരമായ സംഗതി എന്ന് പറയുന്നത്, ഇതിൻ്റെ പിന്നിൽ വലിയ ശക്തി അത് പാതി അടച്ച കതകിൻ്റെ വിടവിലൂടെ ഒട്ടക്കണ്ണിട്ട് നോക്കി ഊറിച്ചിരിക്കുന്നുണ്ട്. ഒരു ഡോക്ടർ ഇരിക്കുന്ന കാലാവധിയല്ല അദ്ദേഹത്തിൻ്റെ സേവനവും. ഇതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചാലും, ആരെങ്കിലും കുരങ്ങന്മാരെ ഫ്രണ്ട് നിർത്തി കളിപ്പിച്ചാലും ഒരു സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹം അത്. രോഗികൾ ഉണ്ടായിട്ടും അഡ്മിറ്റ് ചെയ്ത് ചികിത്സ നൽകാൻ കഴിയുന്നില്ല. നഹാസ് ഡോക്ടറെ ചതിയിലൂടെയാണ് ഈ ആശുപത്രിയിൽ നിന്നും പുറത്താക്കിയതെന്ന് രോഗികൾ ഒന്നടങ്കം പറഞ്ഞു. കൊല്ലം DMO ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം ജീവകാരുണ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശം സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്.